ഈ നല്ല ദിവസം Recording in progress. ദൈവജനത്തോടൊപ്പം അഭിഷിക്ത കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സ്വർഗം എൻ്റെ മേൽ ചൊരിഞ്ഞ വലിയ കൃപകൾക്ക് സ്തോത്രം. അനുഗ്രഹീതമായ ആരാധനയുടെ സമയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷിക്ത ദൈവഭൃത്യൻ പ്രസാദിച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യശൂരിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ആകാശം കീറി തീങ്കൽ ചുള്ളി കത്തുന്നത് പോലെ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അതിൻ്റെ മേൽ തൊടുന്നവനെ പോലെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് ഈ മാസത്തിൻ്റെ 1-ാം ദിനത്തിൽ തന്നെ അതൊരു ആരാധനാ ഗീതം എന്നതിനെക്കാട്ടിലുപരി ഒരു പ്രവചന ഗീതമായി ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ മുഴങ്ങി എന്ന് നമുക്ക് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കാം. ഈ ഓഗസ്റ്റ് മാസം യശൂരിൻ്റെ ദൈവത്തെ പോലെ അതുല്യനായിരിക്കുന്ന ദൈവം, അപ്രമേയനായിരിക്കുന്ന ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന, ആകാശം കീറി ഇറങ്ങി വരുന്ന ദിവസങ്ങളാകുന്നുവെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ആദരിക്കുന്ന, സ്നേഹിക്കുന്ന പാസ്റ്റർ സണ്ണി ജോർജ് അവർകൾ, അഭിഷിക്ത കുടുംബം, ദൈവസഭയുടെ ബാക്കി മറ്റെല്ലാ അഭിഷിക്ത സഹോദരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പിന്നെയും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ശുശ്രൂഷിപ്പാൻ സ്വർഗം ഒരുക്കിയ വലിയ കൃപയ്ക്കും നിങ്ങൾ നൽകിയ അവസരത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി എൻ്റെ ഹൃദയത്തെ, മനസ്സിനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. നീണ്ട 16 അധ്യായങ്ങൾ നീണ്ട റോമർക്ക് എഴുതിയ മനോഹരമായിരിക്കുന്ന ലേഖനം അവസാനിപ്പിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ദൈവത്തിന് സ്തുതി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതിന് കാരണമായി അദ്ദേഹം പറയുന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് പ്രധാനമായി ഇന്ന് ധ്യാനിപ്പാൻ കഴിയുന്നത്. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഞാനതിനെ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയുകയാണ്: നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം, നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം, നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. റോമിലെ ദൈവസഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യെരൂശലേമിലെ പത്രോസിൻ്റെ പ്രസംഗത്താൽ ഉളവായതാണ് റോമിലെ ദൈവസഭ. ഒരു പാസ്റ്റർ റോമിൽ കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് പൗലോസ് കൊരിന്തിൽ സ്ഥാപിച്ചതുപോലെ, എഫെസോസിൽ സഭ സ്ഥാപിക്കപ്പെട്ടതുപോലെ ഔവണ്ണം സ്ഥാപിക്കപ്പെട്ട ഒരു സഭയല്ല റോമിലെ സഭ. പകരം പെന്തക്കോസ്ത് ദിനത്തിലെ പത്രോസിന്റെ പ്രഭാഷണം കേൾക്കുവാൻ തക്കവണ്ണം അനേക യഹൂദന്മാർ യെരൂശലേമിൽ പലയിടങ്ങളിൽ നിന്ന് വന്നുകൂടിയിരുന്നു. അന്ന് റോമിൽ നിന്നും അനേകർ വന്നുകൂടിയിരുന്നു. അങ്ങനെ അവർ പത്രോസിന്റെ പ്രസംഗം കേട്ട് അവിടെ വെച്ചുണ്ടായ മാനസാന്തരത്തിൽ അവർ അങ്ങനെ പുറപ്പെട്ടു പോയി. വിവിധ ഇടങ്ങളിലുള്ള പ്രവാസികളായ യഹൂദന്മാർ കടന്നുപോയി. അവർ റോമിൽ പോയി ഈ ഒരു ഉണർവോടുകൂടെ, ഇവിടെ നിന്ന് പ്രാപിച്ച അഭിഷേകത്തോടുകൂടെ പോയി സ്ഥാപിച്ച സഭയാണ് റോമിലെ സഭ. ആ റോമിലെ സഭയിലേക്ക് മറ്റ് വിജാതീയരും കടന്നു വന്ന് ഉൾക്കൊള്ളുകയാണ്. ഒരു അപ്പോസ്തലൻ അവിടെ കടന്നു ചെന്ന് ചില നാളുകൾ അവരോട് കൂടെ ഇരുന്ന് പഠിപ്പിച്ച് അവരെ ചേർത്തണച്ച് സ്ഥാപിച്ച ഒരു സഭയല്ല റോമിലെ സഭ. ആ റോമിലെ സഭ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മാനസാന്തരത്തിന്റെ സ്നാനത്തിനാൽ ആ ഒരു ഉണർവിനകത്ത് പുറപ്പെട്ടു പോയ സഭയാണ്. ആകയാൽ ഈ സഭയുടെ സ്ഥാപനം ആ ഒരു ഉണർവിന്റെ അടിസ്ഥാനത്തിലായിരുന്നത് കൊണ്ടും ഒരു നല്ല ഒരു ട്രെയിനിങ്, ഒരു മെന്ററിങ് അതിന് ലഭിക്കാതിരുന്നത് കൊണ്ടും ആ സഭയ്ക്ക് പല വൈഷമ്യതകളും ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. ആ വൈഷമ്യതകളിൽ വിഷാദപ്പെടുന്ന പൗലോസ് ആ വൈഷമ്യതകളെ പരിഹരിപ്പാൻ തക്കവണ്ണം പലപ്പോഴും അവിടേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്: ഞാൻ പലപ്പോഴും വരുവാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിച്ചില്ല എന്ന്. അങ്ങനെ കടന്നു പോകുവാൻ ആഗ്രഹിച്ചിട്ടും ചെന്നെത്തുവാൻ കഴിയാത്ത ഇടത്തേക്ക് പൗലോസ് അയക്കുന്നതായ ഒരു സന്ദേശമാണ് റോമാലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 1 തുടങ്ങി 15 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പാപത്തെ പരാമർശിക്കുന്നതും പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെയും പാപിയായ മനുഷ്യന്റെ നീതീകരണത്തെയും ആ നീതീകരിക്കപ്പെട്ട മനുഷ്യൻ പ്രാപിക്കുന്ന നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങളെയും ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ ആത്മനിറവിന്റെ ജീവിതത്തെയും ആ ആത്മനിറവിന്റെ ജീവിതത്തിന്റെ സവിശേഷതകൾ ഒരു മനുഷ്യൻ എவ்விധം അനുഭവിക്കുവാൻ കഴിയും ഓരോന്നോരോന്നായി വിവരിച്ച് ഏറ്റവും അവസാനം അഭിവാദ്യങ്ങൾ അർപ്പിച്ച് റോമാ
റോമാലേഖനം അവസാനിക്കുന്ന ഭാഗത്താണ് ദൈവത്തിന് താൻ മഹത്വം കൊടുക്കുന്നതിനെ കാണുവാൻ കഴിയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, റോമിലുള്ള ദൈവസഭയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളെ വചനത്തിൽ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തുവാൻ നല്ലൊരു മെന്റർ നിങ്ങൾക്കില്ലാതെ പോയി, നല്ലൊരു ട്രെയിനിങ് നിങ്ങൾക്കില്ലാതെ പോയി, നല്ലൊരു ലീഡർഷിപ്പ് നിങ്ങൾക്കില്ലാതെ പോയി. ഇന്ന് നിങ്ങളുടെ ഇടയിൽ പലവിധമായ ആശയക്കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾ അസ്ഥിരപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവം, ആ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എന്നെ ദൈവവചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, പല കാരണങ്ങൾ കൊണ്ടും പല പരിമിതികൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ആടി ഉലയുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങളെ നന്നായി ഉറപ്പിക്കുവാൻ ആരുമില്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഇന്നതിന്നതില്ലായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങളെ ഉറപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവം, നിങ്ങളെ ഉറപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവം, നിങ്ങളെ ഉറപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവം ഇന്ന് ഈ വിഷയത്തിൽ ഈ വചനത്തെ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന, ഉറപ്പിക്കുവാൻ കഴിയുന്ന, എവിടെ ഈ വചനത്തെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ അവിടെ നിങ്ങളെ ഈ വചനത്തെ നിങ്ങൾ അപ്ലൈ ചെയ്താട്ടെ. ആമേൻ. നിങ്ങളുടെ ഫാമിലി ആകട്ടെ, മിനിസ്ട്രി ആകട്ടെ, സ്പിരിച്വാലിറ്റി ആകട്ടെ, സോഷ്യൽ ലൈഫ് ആകട്ടെ, എവിടെയാണോ നിങ്ങൾക്ക് ഈ വചനം അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് സ്തോത്രം ചെയ്താട്ടെ. എന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അസ്ഥിരതയുടെ കൊടുങ്കാറ്റുകൾ എനിക്കെതിരെ അടിച്ചാലും, അസ്ഥിരതയുടെ തിരത്തള്ളലുകൾ എൻ്റെ നേരെ കയറി വന്നാലും എന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ അസ്ഥിരപ്പെടുത്തുവാൻ, എൻ്റെ കുടുംബത്തെ അസ്ഥിരപ്പെടുത്തുവാൻ, എൻ്റെ ശുശ്രൂഷയെ അസ്ഥിരപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ഉലകം മുഴുവനും തലകുത്തി നിന്നും അറിഞ്ഞാലും എന്നെ സ്ഥിരപ്പെടുത്തി നിർത്തുവാൻ കഴിയുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഇനിയും ആ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ഈ വാക്യം പലയിടങ്ങളിലും പലപ്പോഴും ഇതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവത്തിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയും. നിന്റെ അളവിനൊത്തവണ്ണം, നിന്റെ വലിപ്പത്തിനൊത്തവണ്ണം, നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണം, നിന്റെ കഴിവിനൊത്തവണ്ണം, നിന്റെ പ്രാർത്ഥനയ്ക്കൊത്തവണ്ണം, നിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നിന്നെ സ്ഥിരപ്പെടുത്തും എന്നല്ല പൗലോസ് പറഞ്ഞത്. അവിടെ പൗലോസ് പറയുക എന്ന വാക്കുകൾ ഇങ്ങനെയാണ്, സ്തോത്രം, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, കേട്ടോ, നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതും, ദൈവത്തിൻ്റെ നിയോഗം പ്രവാചകന്മാരുടെ എഴുത്തുകളുമായി അറിയിച്ചിരിക്കുന്ന മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനുമൊത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ എബിലിറ്റിയുമല്ല, പകരമോ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, പ്രവാചകന്മാരുടെ ദൂത് പ്രകാരം നിങ്ങളെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയുടെ സുവിശേഷത്തിനൊത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാനും നിങ്ങളും സ്ഥിരപ്പെടുന്നതിൻ്റെ, ഞാനും നിങ്ങളും കാലൂന്നി നിൽക്കുന്നതിൻ്റെ സകല ക്രെഡിറ്റും അത് ദൈവത്തിന് മാത്രമാണ്. സകല ക്രെഡിറ്റും അത് ദൈവത്തിന് മാത്രമാണ്. അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, പ്രവാചകന്മാരുടെ എഴുത്തിനൊത്തവണ്ണം, വെളിപ്പാടിനനുസരണമായി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിനൊത്തവണ്ണം, വിശുദ്ധന്മാരുടെ പ്രസംഗത്തിനൊത്തവണ്ണം നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം, ഹോലി സ്പിരിറ്റ്. ആമേൻ. അവിടെ 5 കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയാണ്, നീ സ്ഥിരപ്പെടുന്നതിന് 5 കാരണങ്ങളുണ്ട്. അതൊന്ന്, നിന്റെ മേളിൽ ദൈവവിട്ട നിയോഗം, വിളിയാണ്. 2, നീ കേട്ട പ്രവാചകന്മാരുടെ ദൂതാണ്. 3, സ്തോത്രം, നിനക്ക് ലഭിച്ച വെളിപ്പാടാണ്. 4, യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷമാണ്. 5, നീ അനുദിനം കേൾക്കുന്ന, നീ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ, നീ ആയിരിക്കുന്ന ശുശ്രൂഷയുടെ കീഴിൽ അഭിഷക്തൻ നിന്നെ നടത്തുന്ന നടത്തിപ്പുകാരൻ നിന്നോട് പറയുന്ന പ്രസംഗം, ആ വചനങ്ങൾ, ആ ദൂതുകളാണ് നിന്നെ ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തുന്നത്. അതിനകത്ത് എൻ്റെ ബലത്തിനും ബലഹീനതയ്ക്കും, എൻ്റെ ശത്രുവിൻ്റെ ബലത്തിനും തന്ത്രത്തിനും ഒന്നിനും ഒരു സംഗതിയില്ല. എന്നെ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന എൻ്റെ ദൈവത്തിന് എന്നേക്കും മഹത്വം. അതിന് 5 കാരണങ്ങളാണ് അടിസ്ഥാനം. ദൈവത്തിൻ്റെ നിയോഗം,
പ്രവചനം, വെളിപ്പാട്, ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ സുവിശേഷം, എൻ്റെ ലീഡേഴ്സിൻ്റെ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയും വെളിപ്പാടും. ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് നമ്മളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയും. എവിടെയൊക്കെയാണ് നാം ദൈവത്താൽ സ്ഥിരപ്പെടേണ്ടത്? 68 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 68 സങ്കീർത്തനം അതിൻ്റെ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ, 68 സങ്കീർത്തനം 28 വാക്യം, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്, ദൈവം ഒരു മനുഷ്യന് വേണ്ടി സ്ഥിരപ്പെടുത്തുന്നത് ദൈവം അവന് വേണ്ടി ചെയ്തത് സ്ഥിരപ്പെടുത്തും. ആമേൻ. ദൈവം അവന് വേണ്ടി ചെയ്തത് സ്ഥിരപ്പെടുത്തും. മനുഷ്യൻ നിനക്ക് വേണ്ടി ചെയ്തത് അസ്ഥിരപ്പെടും. മനുഷ്യൻ നിനക്കെതിരായി ചെയ്തതും അസ്ഥിരപ്പെടും. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി ചെയ്തത് അത് സ്ഥിരപ്പെട്ടിരിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാം, ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് അതൊരിക്കലും മാറ്റി എഴുതുവാൻ കഴിയത്തില്ല. ദൈവം നിനക്ക് വേണ്ടി പണിതത്, ദൈവം നിനക്ക് വേണ്ടി തുറന്നത്, ദൈവം നിനക്ക് വേണ്ടി അപ്രൂവ് ചെയ്തത് അത് എന്നേക്കുമുള്ളതാണ്. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഇസ്രായേൽ മോശയുടെ അടുക്കൽ പറയുകയാണ്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞാനാകുന്നവൻ പണ്ട് ഞാൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ അചഞ്ചലനായിരിക്കുന്ന ഒരുത്തനാണ് ഞാനെന്ന്. ആമേൻ. കാലാംശങ്ങളിലും കാലത്തിലും മാറ്റം വരുന്ന, ആമേൻ, രൂപഭാവമോ ഭാവഭേദമോ വരുന്ന ഒരു ദൈവമല്ല ഞാൻ അൺചേഞ്ചിങ് ഗോഡാണ്, അചഞ്ചലനായിരിക്കുന്ന ദൈവമാണെന്ന് നീ പോയി ഫറവോനോട് പറയുവാനാണ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ഞാൻ തിരുസഭയുടെ മേൽ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെട്ടിരിക്കട്ടെ. എന്താണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്? എൻ്റെ സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ ശരീരങ്ങളിൽ നൽകിയ 1, 2, 3 വിഷയങ്ങളെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത പോയിന്റിലേക്ക് കയറുകയാണ്. ആമേൻ. നിങ്ങൾ മരണവാതിലുകളോട് അടുത്തതാണ്, നിങ്ങൾ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സൗഖ്യം നൽകി. ആ സൗഖ്യം സ്ഥിരപ്പെട്ടിരിക്കും. ആമേൻ. ദൈവം ഒരു പെയിൻ കില്ലർ നൽകിയതുപോലെ അല്ല ദൈവം നിനക്ക് നൽകിയ വിടുതൽ. ആമേൻ. 24 മണിക്കൂർ മാത്രം എഫക്റ്റ് ഉള്ള ഒരു ഗുളിക നൽകിയതുപോലെ അല്ല നിന്റെ മേളിൽ ദൈവമിട്ട സൗഖ്യത്തിന്റെ ശുശ്രൂഷ. പകരം അത് തിരിച്ചറിയണം, ദൈവം നിന്റെ മേലിട്ട ഹീലിംഗ് അത് സ്ഥിരപ്പെട്ടിരിക്കും. He shall establish the healing on your body. ദൈവം നിന്റെ ശരീരത്തിൽ നൽകിയ ഹീലിംഗ് അത് സ്ഥിരപ്പെട്ടിരിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, ദൈവം എൻ്റെ ശരീരത്തിൽ നൽകിയ ഹീലിംഗ് അത് സ്ഥിരപ്പെട്ടിരിക്കും? ഏത് ടെമ്പറേച്ചറിലും, ഏത് ക്ലൈമറ്റിലും, ഏത് അറ്റ്മോസ്ഫിയറിലും ആ ഹീലിംഗ് നിന്റെ ശരീരത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഏതൊക്കെ രോഗശക്തികൾ നിനക്കെതിരെ വാദിച്ചാലും, ഏതൊക്കെ രോഗശക്തികൾ നിന്റെ ആരോഗ്യത്തിനെതിരെ നിന്ന് പൊരുതിയാലും, ഇന്ന് പകൽ ദൈവം എനിക്ക് നൽകിയ പ്രവചനാത്മാവിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഇല്ല, സാധ്യമല്ല. ദൈവം നിനക്ക് നൽകിയ ഹീലിംഗ് അത് സ്ഥിരപ്പെട്ടിരിക്കും. അത് നിന്റെ ആന്തരിക അവയവങ്ങളിലാകട്ടെ, അത് നിന്റെ ഏത് ശരീരഭാഗത്തുമാകട്ടെ. ഇന്നലകളിൽ ചില ഡയഗ്നോസുകൾ നടത്തി, നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം നാളുകളിൽ പോസിറ്റീവ് ആകുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന്ന് ഉറപ്പ് പറയുന്നു. ആമേൻ. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കാം എല്ലാ മാസവും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്, 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണമെന്ന്, ക്വാർട്ടർലി ചെക്ക് ചെയ്യണമെന്ന്, ആനുവലി ചെക്ക് ചെയ്യണമെന്ന്. പക്ഷെ ഇന്ന് പകൽ തിരിച്ചറിയണം ദൈവത്തിന്റെ വൈതലെ, വൺസ് ദൈവം തൊട്ട ഹീലിംഗിനകത്ത്, ദൈവം ഇട്ട ഡെലിവറൻസിനകത്ത് പിന്നീട് ഒരു മനുഷ്യൻ അത് തിരുത്തി എഴുതുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി എവിടെയെങ്കിലും ഭയത്തിന്റെ ദുരാത്മാക്കൾ നിനക്കെതിരെ നിങ്ങൾ നിന്ന് അകന്നുപോയ ദുരാത്മാക്കൾ, നിങ്ങൾ നിന്ന് വിട്ടുപോയ ദുരാത്മാക്കൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നും അത് നിന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമെന്നും എവിടെയെങ്കിലും നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിച്ച് സ്തുതി പറഞ്ഞു തുടങ്ങിയിട്ട്, ഇല്ല, സാധ്യമല്ല. ഒരിക്കൽ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ രോഗപിശാച്, ഒരിക്കൽ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സങ്കടപിശാച്, ഒരിക്കൽ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കണ്ണുനീരിന്റെ പിശാച് ഇനിയും അത് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല. ദൈവം നൽകുന്ന വിടുതലുകൾ സ്ഥിരമുള്ളതാണ്. ഒരാഴ്ചത്തേക്കുള്ള ആശ്വാസമല്ല ദൈവം നൽകുന്നത്. പകരമോ ഇസ്രായേൽ അമാലേക്കിന്റെ നേരെ യുദ്ധത്തിന് വന്ന നാളുകളിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, അമാലേക്കിന്റെ ഓർമ്മ ഞാൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളയും. ആമേൻ. ഇസ്രായേലിനെ 430 സംവത്സരം പിടിച്ചു വെച്ച മിസ്രൈമ്യൻ അവനെ പിന്തുടരുന്ന നാളിൽ ദൈവം അവനോട് പറഞ്ഞു, ഇന്നു നീ കണ്ട മിസ്രൈമ്യനെ നീ ഒരു നാളും കാണുകയില്ല. ഒരു ഇറ്റേണൽ ഡാമിനേഷൻ
ഡെസ്റ്റിനേഷനിലേക്ക് ദൈവം തള്ളിക്കളയുകയാണ്. യെരിഹോ എന്ന വൻമതിൽ തകർക്കപ്പെടുമ്പോൾ യോശുവ എന്ന അഭിഷക്തൻ പറഞ്ഞു, ഇനിമേലിൽ ഈ മതിലുകൾ പണിയപ്പെടുന്നവൻ അനർത്ഥങ്ങൾ സംഭവിക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം ദൈവത്തിന്റെ പൈതലെ, ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ തകർത്താൽ അത് തകർക്കപ്പെട്ട് തന്നെ ഇരിക്കും. മാത്രമല്ല, ദൈവം ഏതൊക്കെ ഭക്തന്മാർക്ക് വേണ്ടി എവിടെയൊക്കെ ഉറവുകൾ തുറന്നിട്ടുണ്ടോ ആ ഉറവുകളോട് ചേർത്ത് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് ഇന്ന് വരെയും ആ ഉറവ് അവിടെയുണ്ട്. ഓൾ ദ റിസോഴ്സസ്, ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന ഉറവുകൾ അത് തുറന്നു തന്നെ ഇരിക്കും. ദൈവം നിനക്ക് വേണ്ടി അടയ്ക്കുന്നത് അടഞ്ഞു തന്നെ ഇരിക്കും. ആകയാൽ ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ, ആമേൻ, ഫിലദൽഫിയ 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 സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അവിടെ ദൈവം പറയുന്ന വാഗ്ദത്തം ഇതാണ്. ആമേൻ. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയും ചെയ്യും. ദൈവം തുറന്ന വാതിലുകൾ നിരന്തരമായിരിക്കും, സ്ഥിരപ്പെട്ടിരിക്കും. ദൈവം അടച്ച വാതിലുകളും സ്ഥിരമുള്ളതായിരിക്കും. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെട്ടിരിക്കട്ടെ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെട്ടിരിക്കട്ടെ. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം നിനക്കും എനിക്കും വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് അത് ഇറ്റേണലാണ്, അത് സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അതിന് മാറ്റങ്ങൾ കടന്നു വരികയില്ല. ആമേൻ. ദൈവം തന്റെ പർവ്വതത്തിന്മേൽ സ്ഥാപിച്ച നഗരത്തെ അതിനെ തകർക്കുവാൻ, അതിന്റെ പേർ കെടുത്തുവാൻ ഉലകത്തിൽ ആർക്കും കഴിയുകയില്ല. ആമേൻ. ആകയാൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവം നിനക്ക് നൽകുന്ന ഏതൊരു സംഗതി ഉണ്ടോ അത് അങ്ങനെ തന്നെ ഉറപ്പുള്ളതായിരിക്കും. ഞാൻ അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ ഒന്നുകൂടെ വിശദീകരിപ്പാൻ തക്കവണ്ണം ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തി. യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തി. എസ്റ്റാബ്ലിഷ്ഡ് ഹിം കിങ്. അവനെ രാജാവായി സ്ഥിരപ്പെടുത്തി എന്നാണ് പറയുന്നത്. അവനെ ഒരു രാജാവായിട്ട് ഒരു സമയത്തേക്ക്, ഒരു പീരീഡിലേക്ക് ദാവീദിനെ ഒന്ന് ബൈസ്റ്റാൻഡറായിട്ട് കയറ്റി എന്നല്ല പറഞ്ഞത്, രാജാവായി സ്ഥിരപ്പെടുത്തി എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇതേ ഭാഗത്തെ തന്നെ നമ്മൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിന് രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദിന്റെ ഹൃദയത്തിനകത്തൊരു കാര്യം മനസ്സിലായി. എന്റെ രാജ്യത്വം ആടി ഉലയുന്നതല്ല, എന്നെ ദൈവം രാജാവായി സ്ഥിരപ്പെടുത്തി, എന്നെ ദൈവം രാജാവായി സ്ഥിരപ്പെടുത്തി. ആമേൻ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ ദൈവമക്കളെ, ദൈവം നമ്മുടെ മേൽ ഇടുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന പൊസിഷനുകൾ, ദൈവം നമുക്ക് നൽകുന്ന അധിക റെപ്യൂട്ടേഷൻ അത് സ്ഥിരപ്പെട്ടിരിക്കും, അത് സ്ഥിരപ്പെട്ടിരിക്കും. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം നമുക്ക് നൽകുന്ന റെപ്യൂട്ടേഷനുകൾ സ്ഥിരപ്പെട്ടിരിക്കും. രാജ്യത്വം എന്ന് പറയുമ്പോൾ, രാജ്യത്വം ഒന്ന് സോഷ്യൽ സ്റ്റാറ്റസിലുണ്ട്, 2 സ്പിരിച്വൽ സ്റ്റാറ്റസിലുണ്ട്. സ്തോത്രം. സോഷ്യൽ സ്റ്റാറ്റസിലെ രാജ്യത്വമാണ് ഞാൻ ഒന്നാമത് പറയുന്നത്. ദൈവം എന്നെയും നിങ്ങളെയും ഒരു പൊസിഷനിലാക്കിയാൽ, ദൈവം നിന്റെ മേലുള്ള ഒരു കമ്പനി ഏൽപ്പിച്ചാൽ, ദൈവം നിന്നെ 10 പേർക്ക് അധിപതിയാക്കിയാൽ, ദൈവം നിന്നെ 100 പേർക്ക് അധിപതിയാക്കിയാൽ അത് ദൈവം സ്ഥിരപ്പെടുത്തുക തന്നെ ചെയ്യാം. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്ന പൊസിഷനുകളെ മുറുകെ പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ, നീ എന്നെ ആക്കിയ സ്ഥാനം സ്ഥിരപ്പെട്ടിരിക്കട്ടെ. ആമേൻ. അത് എത്ര പ്രബലനായ അധികാരി നിനക്കെതിരെ എഴുന്നേറ്റാലും, എത്ര ഗൂഢ സംഘങ്ങൾ നിനക്കെതിരെ പണിതാലും അതിനെ തകർക്കുവാൻ കഴിയുകയില്ല. ദാവീദിന്റെ മേൽ വീണ അഭിഷേകത്തിനെതിരെ ശൗല് പടയും പടജനവുമായി പൊരുതിട്ടും ദാവീദിന്റെ രാജ്യത്വത്തിന് തടയാൻ കഴിഞ്ഞില്ല. ദാവീദ് സിംഹാസനത്തിൽ കയറി അനന്തരമായിട്ട്, ആമേൻ, ദാവീദിന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് താൻ ജനിപ്പിച്ചു വളർത്തിയ മക്കൾ തന്നെ തന്റെ സിംഹാസനത്തിന് അതിരുപിടിച്ച് നശിപ്പിക്കുവാൻ നിൽക്കുമ്പോഴും
അതിനെ നശിപ്പിക്കുവാൻ സാധ്യമായില്ല. എന്താ കാരണമെന്നറിയാമോ? ദൈവം ദാവീദിന്റെ സിംഹാസനത്തെ ഉറപ്പിച്ചു. ദൈവം ദാവീദിന്റെ സിംഹാസനത്തെ ഉറപ്പിച്ചു. റെപ്യൂട്ടേഷൻ, ദൈവം നൽകുന്ന റെപ്യൂട്ടേഷൻ ദൈവത്താൽ ഉറപ്പിക്കപ്പെടുകയാണ്. ഞാൻ അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. സ്പിരിച്വൽ റെപ്യൂട്ടേഷൻ, സ്പിരിച്വൽ പൊസിഷൻസ്. ആമേൻ. രാജ്യത്വം എന്ന് പറയുന്നത്, സ്തോത്രം, അത് നമ്മുടെ ഭൗമിക മേഖലയിൽ മാത്രമല്ല, പകരമോ ഒരു ദൈവ പൈതൽ രാജാവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ നിങ്ങളെ രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്തം ജനവുമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പൊ 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത് കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ഒരു ആരാധനാ ഗീതം കേൾക്കുകയാണ്. എന്താണ് യോഹന്നാൻ കേട്ട ആരാധനാ ഗീതം? കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടോ, നിന്റെ രക്തത്താൽ ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവർ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി. മലയാളത്തിൽ രാജ്യവും പുരോഹിതരും എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി ഇരിക്കുന്നത് അവർ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴുന്നു എന്ന ഒരു പുതിയ പാട്ടുപാടി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആത്മീയമായ ഒരു രാജ്യത്വത്തെ, ആത്മീയമായ ഒരു സ്പിരിച്വൽ കിങ്ഡത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ അഭിഷേകത്താൽ ഒരു രാജാവാണ്. ഈ രാജ്യത്വം ദൈവത്താൽ സ്ഥിരപ്പെട്ടു നിൽക്കും. ഒരു ശുശ്രൂഷ നിന്റെ മേളിൽ ദൈവം നൽകിയാൽ, ഒരു അഭിഷേകം നിന്റെ മേളിൽ ദൈവം നൽകിയാൽ, ഒരു കൃപാവരം നിന്റെ മേളിൽ ദൈവം നൽകിയാൽ, ഒരു ആത്മീയ അധികാരം ദൈവം നിന്റെ മേളിൽ നൽകിയാൽ, ഒരു പ്രവചനാത്മാവ് ദൈവം നിന്റെ മേളിൽ നൽകിയാൽ, ഒരു വചന വെളിപ്പാടിന്റെ താക്കോല് നിന്റെ മേളിൽ നൽകിയാൽ, ഒരു സീസണ് വേണ്ടിയല്ല ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകം ഇടുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ നിയോഗം സീസണൽ അല്ല. പകരം ദൈവത്തിന്റെ നിയോഗം അത് നിന്റെ ആയുസ്സിന്റെ മുഴുനാളുകളിലും നിന്നെ കുറിച്ചുള്ളതാണ്. ഞാൻ അതിനകത്തൊരു ഉദാഹരണത്തെ പറയാം. നീണ്ട നാളുകൾ എലിയാവെന്ന പ്രവാചകന്റെ പിന്നാലെ സഞ്ചരിച്ച എലീശ എന്ന മനുഷ്യൻ, എലിയാവ് എടുത്തുകൊള്ളപ്പെടുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എലീശാവിന്റെ പിന്നാലെ യോർദാൻ കടന്ന്, യെരിഹോവ് കടന്ന്, ആമേൻ, അപ്പുറം കടന്നുപോയി. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ആ ഏലിയാവിങ്കിൽ നിന്ന് താഴേക്ക് പതിച്ചതായ ആ പുതപ്പും എടുത്തുകൊണ്ട് എലീശ തിരികെ വന്നു. ആമേൻ. യോർദാന്റെ തീരത്ത് നിന്നുകൊണ്ട് ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച് പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോൾ അത് 2ആയി പിരിഞ്ഞു. അന്ന് തുടങ്ങി എലീശ ഒരു കാര്യം അറിഞ്ഞു, തൻ്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. എലീശയുടെ മരണദിനം വരെ എലീശ ദൈവ കൃപയുടെ ശക്തിയെ താൻ അറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എലീശ മരിച്ചു. തന്റെ ശവം അടക്കം ചെയ്തു. ഏറെ നാളുകൾക്ക് ശേഷം ഈ ശവക്കുഴി പിന്നെയും എടുത്തിട്ട് ആ സെല്ല് തുറന്ന് മറ്റൊരു മനുഷ്യന്റെ ശവം അതിനകത്തേക്ക് ഇടുമ്പോൾ എലീശയുടെ അസ്ഥികളിലെ ശവം തൊട്ടപ്പോൾ ഈ ശരീരം അവിടെ നിന്ന് എഴുന്നേക്കുവാൻ തുടങ്ങി. കാരണം എലീശയുടെ മേളിൽ വീണ അഭിഷേകം, എലീശയുടെ കണ്ണ് ചീഞ്ഞളിഞ്ഞു പോയി, എലീശയുടെ മാംസം അഴുകിപ്പോയി, എലീശയുടെ മുടികൾ അതിനകത്തുനിന്ന് ബന്ധം വിട്ടു. പക്ഷേ എലീശയുടെ അസ്ഥിക്കകത്ത് അന്നേരവും ആ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ആമേൻ, 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 ആമേൻ. ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ അസ്ഥികളിൽ വഹിക്കുന്നവരായി ഇരിക്കട്ടെ. പാപമല്ല നമ്മുടെ അസ്ഥികളിൽ, ആമേൻ, ശാപമല്ല നമ്മുടെ അസ്ഥികളിൽ. എൻ്റെ മേൽ പകർന്ന അഭിഷേകം എൻ്റെ അസ്ഥിക്കകത്ത് വരെയുണ്ട്. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് ചിലരോട് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുന്നു. നിന്റെ മേളിലിട്ട അഭിഷേകം അത് നിന്റെ ഏതെങ്കിലും ഒരു സംഗതിക്കകത്തല്ല, നിന്റെ അസ്ഥിക്കകത്ത് വരെ, നിന്റെ അസ്ഥിക്കകത്ത് വരെ ആ ദൈവശക്തി ഉണ്ടെന്ന് നിന്റെ അസ്ഥിക്കകത്ത് വരെ ആ ദൈവശക്തിയുണ്ട്. ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ശരീരം മണ്ണിനകത്ത് മറച്ചു. കുഴിക്കടയിൽ വെച്ച്, ശവക്കോട്ടയിൽ വെച്ച് കുടുംബക്കാരും വീട്ടുകാരും പ്രവാചക ശിഷ്യന്മാരും എല്ലാം വിട്ടിട്ട് പോയി. മണ്ണിനടിയിലിരുന്ന് ഈ അസ്ഥിയിൽ നിന്ന് മാംസവും പുഷ്ടിയും തൊക്കും എല്ലാം പോയി. പക്ഷേ ദൈവശക്തി മാത്രം അസ്ഥിയെ വിട്ടുപോയില്ല. ഞാൻ അതിനകത്തുനിന്ന് തിരിച്ചൊരു കാര്യം പറയാം എൻ്റെ സഹോദരങ്ങളെ. നമ്മുടെ ത്വക്കെന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യമാണ്, നമ്മുടെ മാംസം എന്ന് പറയുന്നത് നമ്മുടെ പുഷ്ടിയാണ്. സ്തോത്ര. നമ്മുടെ സൗന്ദര്യവും നമ്മുടെ പുഷ്ടിയൊക്കെ പോകും, നമ്മുടെ കഴിവും പ്രാപ്തിയൊക്കെ പോകും. നമ്മുടെ കൂട്ടുകാരും സ്നേഹിതരും നമ്മളെ വിട്ടുപോകും, ബന്ധങ്ങളും ചാർച്ചക്കാരും വാക്കുമാറ്റി പറയും. പക്ഷേ എന്നാലും അസ്ഥിയെ വിട്ടുപിരിയാത്ത ഒരു സാധനമുണ്ട്, അത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാ. എലീശയുടെ അസ്ഥി വിളിച്ചു പറയുക, എൻ്റെ മാംസം എന്നെ വിട്ടുപോയി, എൻ്റെ ത്വക്ക് എന്നെ വിട്ടുപോയി, എൻ്റെ കണ്ണെന്നെ വിട്ടുപോയി, എൻ്റെ കാതെന്നെ വിട്ടുപോയി, എൻ്റെ പല്ലുകൾ എന്നെ വിട്ടുപോയി, എൻ്റെ നാവ് എന്നെ വിട്ടുപോയി, എൻ്റെ സ്നേഹിതൻ
സ്നേഹിതർ എന്നെ വിട്ടുപോയി. ആമേൻ. ഇന്ന് എന്നെ ആള് കണ്ടാൽ അറിയാതെ വേണം അസ്ഥി കൂടവാ, പക്ഷേ എന്റെ അസ്ഥിയെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഇടയിൽ പറയുന്നൊരു വാക്കാ, യോ ആളങ്ങ് മാറിപ്പോയല്ലോ, കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. 10 വർഷത്തിനൊക്കെ ശേഷം നമ്മുടെ കണ്ണു പോയില്ല, നമ്മുടെ കണ്ണു മാറ്റിയില്ല, നമ്മുടെ ഒന്നും മാറ്റിയില്ല. ചിലപ്പം കുറച്ച് മുടി ഒഴിഞ്ഞു കാണും, ചിലപ്പോൾ വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്ത് കാണും. മനുഷ്യൻ പറയും കണ്ടിട്ട് മനസ്സിലായില്ലെന്ന്. യോ കണ്ടിട്ട് മനസ്സിലായില്ല. എന്തൊരു ആശ്ചര്യമായിട്ടാ പറയുന്നേ. പക്ഷേ എലീശയുടെ കണ്ണും പോയി, മൂക്കും പോയി, ചെവിയും പോയി, എല്ലാം പോയി. പക്ഷേ ആ അസ്ഥിയെ കണ്ടിട്ട് ദൈവത്തിനൊരു സംശയം തോന്നിയില്ല. ജീവിതത്തിന്റെ ഏറ്റക്കുറച്ചിലുകളിൽ പലരും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറയും. പക്ഷേ തമ്പുരാൻ എൻ്റെ മുഖം കണ്ടിട്ടല്ല, തമ്പുരാൻ എൻ്റെ ത്വക്ക് കണ്ടിട്ടല്ല, തമ്പുരാൻ എൻ്റെ മാംസം കണ്ടിട്ടല്ല, തമ്പുരാൻ എൻ്റെ പല്ല് കണ്ടിട്ടല്ല, എൻ്റെ അസ്ഥികൂടത്തെ കണ്ടാൽ പോലും എൻ്റെ അപ്പനെ തിരിച്ചറിയാം, ഇവൻ എൻ്റെതാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം, നിന്റെ അസ്ഥിയെ കണ്ട് നിന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവം. എല്ലാം പോയി എലീശയുടെ ശരീരത്ത് നിന്ന്, പക്ഷെ ആ അസ്ഥിക്കകത്തുനിന്ന് ദൈവശക്തി വിട്ടുപോയില്ല. ഇതാണ് എന്റെയും നിങ്ങളുടെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷയുടെ അധികാരം. ഇതാണ് എന്റെയും നിങ്ങളുടെയും മേളിൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ അധികാരം. പല്ല് ഒഴിഞ്ഞാൽ, നാക്കു കുഴഞ്ഞാൽ, പാട്ടും പ്രസംഗവും ഒക്കെ ചിലപ്പം കുറഞ്ഞേക്കും. പക്ഷേ എൻ്റെ മേളിൽ ദൈവം ഇട്ട കൃപയും അഭിഷേകവും ചത്താലും അതെന്നെ വിട്ടുപോകത്തില്ല. അങ്ങനെ അസ്ഥിക്കകത്ത് കിടക്കും. ഇന്ന് പകൽ വിശ്വസിക്ക് ദൈവ പൈതലേ, അവന്റെ രാജ്യത്വം സ്ഥിരപ്പെട്ടു. ഞാൻ അടുത്ത ഒരു ഭാഗം കൂടെ പറയാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിങ്ങൾ കണ്ടത് ദാവീദിന്റെ രാജ്യത്വം സ്ഥിരപ്പെട്ടു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ കണ്ടത് ദാവീദിന്റെ രാജ്യത്വം സ്ഥിരപ്പെട്ടു. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് പറയുക, ദാവീദിനെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെടുത്തിയ ദൈവം ദാവീദിന്റെ മകനായ ശലോമോനെയും തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെടുത്തി. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നീ പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടാണോ ഇവിടെ വരെ നിന്നേ? എല്ലാം അനുകൂലമായിട്ടാണോ ഇവിടെ വരെ സർവൈവ് ചെയ്തത്? എല്ലാവരും കൂടെ നിന്നിട്ടാണോ നീ ഇത്ര നാൾ സസ്റ്റെയിൻ ചെയ്തത്? എത്ര വെല്ലുവിളികൾ നീ കണ്ടു? എത്ര പ്രാവശ്യം ആമേൻ ഉടുതുണി മാത്രമായിട്ട് നീ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വരേണ്ടി വരുമെന്ന് ചിന്തിച്ചോ? എത്ര പ്രാവശ്യം എൻ്റെ ഭാവി എന്താകുമെന്ന് ആകുലപ്പെട്ടു? പക്ഷേ ഇന്ന് വരെ തമ്പുരാൻ കൃപ കൊണ്ട് നിന്നെ പിടിച്ചു നിർത്തിയെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയാം, 2 ശമൂവേലിലും 1 ദിനവൃത്താന്തങ്ങളിലും ദാവീദിന്റെ സിംഹാസനം രാജ്യത്വം സ്ഥിരപ്പെട്ടെന്നാണെങ്കിൽ, 2 ദിനവൃത്താന്തം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദിന്റെ മകനായ ശലോമോന്റെ രാജ്യത്വം സ്ഥിരപ്പെട്ടു. ഇന്ന് പകൽ എൻ്റെ ദൈവ പൈതലേ, ദൈവത്തിന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ അറിയണം, നിങ്ങളെ ദൈവം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം സ്ഥിരപ്പെടുത്തുക തന്നെ ചെയ്യും. ദാവീദിനെ തന്റെ സിംഹാസനത്തിൽ സ്ഥിരപ്പെടുത്തിയ ദൈവം ദാവീദിന്റെ മകനായ ശലോമോനും തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. ഈ അല്ലഹർത്തേനിയ ലഗാസ്മരിയ നജോർത്തേനിയ ലബാർത്തിമിനിയ കഠോർ മഹസിയ പ്രവർത്താനിയ. അതിനോട് ചേർത്ത് ഒരു വാക്യം കൂടെ എഴുതിയിരിക്കുകയാണ്. 2 ദിനവൃത്താന്തം 1:1 ദാവീദിന്റെ മകനായ ശലോമോൻ അവന്റെ അപ്പനെ പോലെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. അടുത്തത്, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും പറയുന്നത് ആ വാക്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമ്മളെപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ? മക്കളെ, നീ ദൈവത്തോടു കൂടെ ഇരിക്കണം. മക്കളെ, നീ ദൈവത്തോടു കൂടെ ഇരിക്കണം. മക്കളെ, നീ ദൈവത്തോടു കൂടെ ഇരിക്കണം. അതല്ലേ സത്യം, വലിയവനായ ദൈവത്തിന്റെ അടുക്കൽ. പക്ഷെ ഇവിടെ പറയുക,
ദൈവം അവനോടുകൂടെ ഇരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നമുക്കൊരു ദൈവമുണ്ട് കേട്ടോ. നമ്മൾ പോയി ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലുപരി ദൈവം നമ്മളോട് കൂടെ ഇരുന്നു. ഞാൻ ഒന്ന് പറയാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാന്യതയോ പദവിയോ അനുഗ്രഹമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് നമ്മൾ ദൈവത്തോടു കൂടെ ഇരുന്നിട്ടല്ല, ദൈവം നമ്മളോടുകൂടെ ഇരുന്നിട്ടാ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ശലോമോൻ തൻ്റെ രാജ്യത്വത്തിൽ മഹത്വപ്പെടാൻ കാരണം ശലോമോൻ ദൈവത്തോടു കൂടെ ഇരുന്നിട്ടല്ല, ദൈവം ശലോമോനോടുകൂടെ ഇരുന്നിട്ടാ. ഞാനതിനെ ഇങ്ങനെ പറയാം, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നതിനെക്കാട്ടിലുപരി ദൈവത്തിന് നമ്മോട് തോന്നിയ കൃപയ്ക്കകത്ത് ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ആമേൻ ദാവീദിന്റെ മകനായ ശലോമോനെ ദൈവം തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെടുത്തി. തീർന്നില്ല, അടുത്ത ഭാഗം പറയുകയാണ്, ദൈവം അവനോട് കൂടെയിരുന്നു. ദൈവം അവനോട് കൂടെയിരുന്നു. അടുത്ത ഭാഗം, അവനെ മഹത്വപ്പെടുത്തി, അപ്പനോടുള്ള കരുണയിൽ സ്ഥിരപ്പെടുത്തി. ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. കണ്ടോ, ദൈവപ്രവർത്തികൾ സ്ഥിരപ്പെട്ടു. 2, രാജ്യത്വം സ്ഥിരപ്പെട്ടു. മൂന്നാമതായി 37 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 37 സങ്കീർത്തനം 23 വാക്യം നമുക്ക് ഒത്തിരി സുപരിചിതമായ വാക്യമാണ്. 37:23, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവന്റെ പ്രൊസീഡിങ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദൈവം അവന്റെ സ്റ്റെപ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. നീ ഒരു കാര്യം ചെയ്താൽ നീ അതിൽ നിന്ന് തിരിഞ്ഞു വരേണ്ടി വരത്തില്ല. നീ വെക്കുന്ന സ്റ്റെപ്പിനെ ദൈവം സ്ഥിരപ്പെടുത്തും. ദൈവം അതിനെ സ്ഥിരപ്പെടുത്തും. നീ മുമ്പോട്ട് വെച്ച കാൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരത്തില്ല, പിന്നോട്ട് വെക്കേണ്ടി വരത്തില്ല. ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ആർമർ ഓഫ് ഗോഡ് അതിനെക്കുറിച്ചാണ്. അപ്പൊ അതിനകത്തൊരു സെന്റൻസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവം എല്ലാ ആയുധവർഗങ്ങളും കൊടുക്കുന്നു. തല, ശിരസ്, കൈകാലുകൾ, കാലിന് ചെരുപ്പ് വരെ ദൈവം കൊടുക്കുന്നു. പക്ഷെ ഒരിടം മാത്രം ഫുള്ളി ഓപ്പണാ. അവിടുത്തെ ഒരു സംഗതിയുമില്ല. എവിടെയാണെന്നറിയാമോ? പുറം. ഒരു പടയാളിക്ക് അവന്റെ പുറക് വശത്തിന് വേണ്ടിയുള്ള ഒരു ആമറും ദൈവം കൊടുക്കുന്നില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഒരിടത്തും അവൻ പിന്തിരിഞ്ഞു പോകണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനിലില്ല. നീ പിന്മാറുന്നുവെങ്കിലോ, നീ യൂട്ടേൺ എടുക്കുന്നുവെങ്കിലോ ദൈവത്തിന്റെ ഉള്ളത്തിന് നിന്നിൽ പ്രസാദമില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നുമ്പോൾ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. നീ പുറപ്പെട്ടാൽ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. നീ പോകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കും. ആമേൻ. നിന്റെ കരിയർ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. നിന്റെ മിനിസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. നിന്റെ ലൈഫ് പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ യു ടേൺ എടുക്കാൻ വരത്തില്ല. വൺസ് നിന്റെ ഗ്രാഫ് പൊങ്ങിയാൽ, നിന്റെ ഗ്രാഫ് ദൈവത്താൽ അത് സ്ഥിരപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ ഗ്രാഫിനെ വളയ്ക്കാമെന്ന്, നിന്റെ ഗമനത്തെ ഒന്ന് താഴോട്ടാക്കാമെന്ന് 1000 ശത്രുക്കൾ ചിന്തിച്ചാലും 10,000 കുടിയിരിപ്പുകൾ ചിന്തിച്ചാലും അത് സാധ്യമല്ല. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ആമേൻ. ആ ഗമനത്തെ തടയാൻ, ആ പ്രൊസീഡിങ്ങിനെ തടയാൻ, ആ മുന്നേറ്റത്തെ തടയാൻ, ആ കയറ്റത്തെ തടയാൻ ആരൊക്കെ കുശിമ്പിച്ചാലും, ആരൊക്കെ അസൂയപ്പെട്ടാലും, ആരൊക്കെ അവരുടെ കഴിവ് കൊണ്ട് വഴി അടച്ചാലും ദൈവം നിനക്ക് വേറെ വഴി തുറന്ന് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യും. ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ആർക്കവന്റെ വഴിയെ തടയാൻ കഴിയും? ആർക്കും അവന്റെ വഴിയെ തടയാൻ കഴിയത്തില്ല. അദ്രിയക്കടലിൽ കപ്പൽ തകർന്നാൽ പൗലോസ് കൈസറുടെ അടുക്കൽ എത്തത്തില്ലെന്നാ ചിന്തിച്ചത്. പക്ഷേ കപ്പൽ തകർന്ന കടലിനകത്ത് പൗലോസ് നീന്തി മാൾട്ട എന്ന ദ്വീപിലെത്തി.
മാൾട്ട എന്ന ദ്വീപിലെത്തിയപ്പോൾ സർപ്പശക്തിയെ കൂട്ടുപിടിച്ച് പിശാച് പറഞ്ഞു നിന്നെ കൈസറുടെ മുമ്പിൽ നിർത്തത്തില്ലെന്ന്. പക്ഷെ സർപ്പത്തെ കൊടഞ്ഞു കളഞ്ഞ് തീക്കകത്തിട്ട് പൗലോസ് അവിടെ നിൽക്കുമ്പോൾ ആമേൻ, ദൈവം അതിനു മുമ്പേ സ്തോത്രം ഒരു കപ്പൽ അവിടെ കൊണ്ടിട്ട്, കാസ്റ്റർ ആൻഡ് പോളക്സ് അടയാളമുള്ള കപ്പൽ അവിടെ കൊണ്ടിട്ടിട്ട് പൗലോസിന്റെ അടുക്ക പറഞ്ഞ, പൗലോസ് നിന്റെ വഴിയെ എൻ്റെ വാഗ്ദത്വത്തിനകത്താണെങ്കിൽ കപ്പൽ തകരുന്നതിന് മുമ്പേ വേറൊരു കപ്പലിനെ ഞാൻ മാൾട്ടയുടെ ദ്വീപിൽ കൊണ്ടിട്ട് പാർക്ക് ചെയ്യിച്ചിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി വഴി തുറന്നിട്ടിട്ടാണ് ശത്രു നിന്റെ കപ്പൽ തകർക്കാൻ ഞാൻ സമ്മതിച്ചത്. ആകയാൽ നിന്റെ വഴികൾ സ്ഥിരപ്പെട്ടിരിക്കും. കപ്പൽ തകർന്നാലും പൗലോസിന്റെ ഗമനം സ്ഥിരപ്പെട്ടിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, കപ്പൽ തകർന്നാലും പൗലോസ് പോയിക്കൊണ്ടിരിക്കും. പൗലോസ് പുറപ്പെട്ട കപ്പൽ തകർന്നു. പക്ഷേ മാൾട്ട എന്ന ദ്വീപിൽ പൗലോസിന്റെ കപ്പൽ തകരുന്നതിന് മുമ്പേ അശ്വിനി ചിഹ്നമുള്ള കാസ്റ്റർ ആൻഡ് പോളക്സ് അടയാളമുള്ള കപ്പൽ മാൾട്ടയുടെ ദ്വീപിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പൗലോസിനെ കണ്ട് അടുത്ത് പൗലോസിന്റെ നിയോഗത്തിലേക്ക് പോകുവാൻ നിന്റെ ഡെസ്റ്റിനിയെ ഹിൻഡർ ചെയ്യാൻ കഴിയത്തില്ല. ചെങ്കടൽ വന്നാലും നിന്റെ ഗമനം സ്ഥിരപ്പെട്ടിരിക്കും. മരുഭൂമി ആയാലും നിന്റെ ഗമനം സ്ഥിരപ്പെട്ടിരിക്കും. യോർദാന്റെ തീരത്തും നിന്റെ വഴി മുടങ്ങത്തില്ല. എരിഹോവിന്റെ വൻമതിലുകൾ കെട്ടിപ്പൊക്കി ഇടത്ത് നിനക്കൊരു വാതിലും തുറന്നു തന്നില്ലെങ്കിലും നിന്റെ ഗമനം സ്ഥിരപ്പെട്ടിരിക്കും. ആർക്കും നിന്റെ ഗമനത്തെ തടയുവാൻ കഴിയുകയില്ല. സ്തോത്രം. അവന്റെ ഗമനം സ്ഥിരപ്പെട്ടിരിക്കും. ഒന്ന്, ദൈവപ്രവർത്തികൾ സ്ഥിരപ്പെട്ടിരിക്കും. രണ്ട്, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ രാജ്യത്വം സ്ഥിരപ്പെട്ടിരിക്കും. മൂന്ന്, നമ്മളുടെ വഴികളെ, നമ്മുടെ പ്രൊസീഡിങ്സിനെ ദൈവം സ്ഥിരപ്പെടുത്തും. നാല്, ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ ജനമായ ഇസ്രായേലിനെ നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്കായി സ്ഥിരപ്പെടുത്തി. 2 ശമൂവേൽ 7:24. നിന്റെ ജനമായ ഇസ്രായേലിനെ നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്കായി സ്ഥിരപ്പെടുത്തി. നീ അവർക്ക് ദൈവമായി തീർന്നുമിരിക്കുന്നു. ഒരു ഭാഗം നിങ്ങൾ കണ്ടോ? ദൈവം ഇസ്രായേലിന്റെ അടുക്കൽ പറയുകയാണ്, ഇസ്രായേലേ, ഞാൻ നിന്നെ എന്നേക്കും നീ എൻ്റേതായിരിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നെ എനിക്കായി സ്ഥിരപ്പെടുത്തി. യു ആർ മൈൻ ഫോർ എവർ. ദൈവം സ്ഥിരപ്പെടുത്തി. ഞാനിത് മാതാപിതാക്കളുടെ അടുക്കലാണ് ഈ വാക്യം പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേലിനെ ദൈവം എന്നേക്കും തനിക്കായി സ്ഥിരപ്പെടുത്തി. 430 സംവത്സരം മിസ്രൈമിൽ പോയി കിടന്നു. 70 സംവത്സരം ബാബേൽ പ്രവാസത്തിൽ കിടന്നു. പിന്നെ എണ്ണിയാ തീരാത്ത വർഷം അശൂരിന്റെ കീഴിൽ കിടന്നു. ഇനി റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയാണ്, അവർക്ക് അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് 4 ദിക്കുകളിലേക്കും അവൻ ചിതറപ്പെട്ടു. അവനെ പീഡിപ്പിക്കാത്ത രാഷ്ട്രമില്ല, അവനെ കൈക്കൊള്ളാത്ത ദേശവുമില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടും ദൈവം പറയാ, അവൻ എന്നും എൻ്റേതാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, കുഞ്ഞുങ്ങളുടെ ടീനേജിൽ, കുഞ്ഞുങ്ങളുടെ യൂത്ത് ഏജിൽ ഒരുപക്ഷെ ഇടയ്ക്കൊക്കെ അവരൊന്ന് ആടി ഉലഞ്ഞ് അവരൊരു ഇച്ചിരിയൊക്കെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ബട്ട് റിയലൈസ് ദ ട്രൂത്ത്, അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്. ദൈവം അവരെ എന്നേക്കും തനിക്കുള്ളവരായി സ്ഥിരപ്പെടുത്തി. എന്നേക്കും തനിക്കുള്ളവരായി സ്ഥിരപ്പെടുത്തി. അവൻ +2 പഠിക്കുമ്പം അല്ലെങ്കിൽ ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ 2 ആഴ്ച സഭായോഗത്തിന് വരാതിരുന്നേക്കാം. അവൻ ഉഴപ്പ് കാണിച്ചേക്കാം. അവൻ ചിലപ്പോൾ നിങ്ങളറിയാതെ കൂട്ടുകാരുടെ കൂടെ രഹസ്യത്തിൽ സിനിമയ്ക്ക് പോയേക്കാം. ഇതൊക്കെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. സംഭവിക്കുമെന്നല്ല, ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവം അവന്റെ മേളിലിട്ട പിടിപെടത്തില്ല കേട്ടോ. എന്നേക്കും അവനെ ദൈവത്തിനായി സ്ഥിരപ്പെടുത്തി. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കൾ, മുതിർന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ടാണോ ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കുറവുകളും ബലഹീനതകളും വന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ വിട്ടുപോയവരായോ? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയോ? ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നത്. അവരെ ദൈവത്തിനുള്ളവരായി ദൈവം അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. ഇനി എന്തൊക്കെ ഏടാകൂടെ ഇതിനകത്ത് സംഭവിച്ചാലും അവന് ദൈവം വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല.
ഹി ബിലോങ്സ് ടു ഗോഡ് ഫോർ എ സീസൺ, അല്ല ഫോർ എവർ. 3 വയസ്സുള്ളപ്പോൾ അവൻ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞില്ലേ? 6 വയസ്സുള്ളപ്പോൾ അവൻ സഭയുടെ നടുവിൽ വന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞില്ലേ? 8 വയസ്സുള്ളപ്പോൾ അവൻ ഒരു വാക്യം കാണാതെ പറഞ്ഞില്ലേ? 10 വയസ്സുള്ളപ്പോൾ അവൻ ഒരു സങ്കീർത്തനം കാണാതെ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ, എന്നേക്കും അവൻ ജനമായിരിക്കാൻ തക്കവണ്ണം ദൈവം സ്ഥിരപ്പെടുത്തി. ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്താൽ സീസണൽ അല്ല ദൈവത്തിൻ്റെ ചൂസിങ്, ദൈവത്തിൻ്റെ സെലക്ഷൻ സീസണൽ അല്ല, അതെന്നേക്കും ജനമായിരിക്കാൻ. ഇനിയും ഞാൻ അത് കുറച്ചും കൂടെ തെളിച്ചു പറയാം. ദൈവം ജാതികളുടെ ഇടയിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് പെന്തക്കോസിനകത്ത് കൊണ്ടിരുത്തി അന്യഭാഷ പറയിപ്പിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പിച്ചെങ്കിൽ അത് നിങ്ങളുടെ കാലത്ത് അവസാനിക്കാനുള്ളതല്ല. നിങ്ങളെ ദൈവം അവിടെ നിന്ന് പറിച്ചെടുത്തത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, പകരം നിങ്ങളിൽ കൂടെ ജനിപ്പാനിരിക്കുന്ന കർത്താവിൻ്റെ വരവ് വരെയുള്ള സകല തലമുറകളെയും ഉദ്ദേശിച്ചിട്ടാണ്. അഹരോനെ ദൈവ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു. അഹരോനെ ദൈവ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തത് അഹരോനെ മാത്രം കണ്ടിട്ടല്ല. അഹരോന്റെ മകൻ ഫീനഹാസിനെ, എലയാസറിനെയും ഇവരെ എല്ലാവരെയും കണ്ടിട്ടാ. ഏറെ കാലങ്ങൾക്ക് ശേഷം അബ്യാഥാർ പുരോഹിതനെ നീക്കിക്കളഞ്ഞിട്ട് ദാവീദ് സാദോക്ക് പുരോഹിതനെ എടുത്തു വെക്കുകയാണ്. ആ സാദോക്ക് പുരോഹിതനെ എടുത്തു വെക്കുമ്പോൾ പറയുന്ന ഒരു വേർഡുണ്ട്, അഹരോന്റെ കുടുംബത്തിൽപ്പെട്ട, അഹരോന്റെ വംശത്തിൽപ്പെട്ട സാദോക്കിനെ ദാവീദ് രാജാവാക്കിയെന്ന്. കണ്ടോ? അപ്പൊ അഹരോന്റെ മേളിൽ കിടന്ന സെലക്ഷൻ എവിടെ വരെ വന്നെന്ന് കണ്ടോ? അപ്പൊ ദൈവം ഒരു കുടുംബത്തെ പിടിച്ചെടുത്താൽ, മോശെ, അഹരോൻ, മിരിയാം, 3 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബം, ആ അപ്പനും അമ്മയും എന്തൊരു ഫേവർ ലഭിച്ചവരാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഒരു മകൻ പ്രീസ്റ്റ്, ഒരു മകൻ പ്രൊഫറ്റ്, പിന്നെ ഒരു പെങ്കൊച്ചുള്ളത് വർഷിപ്പ് ലീഡർ, 3 പേര് ശുശ്രൂഷയില. ആ കുടുംബത്തിനകത്തുനിന്ന് പിൽക്കാലത്ത് ജനിച്ചവർ മുഴുവനും ശുശ്രൂഷയിലാണ്. ഹൂരെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അഹരോന്റെ കൈ താങ്ങി നിന്നതാ. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ബസലേൽ ആലയം പണിയാൻ നിന്നു. ഇന്നലകളിൽ മോശയുടെ കൈ താങ്ങിയവൻ ഇന്ന് ആലയത്തിന്റെ തൂണുകളെ പണിയുന്നവനായി തീർന്നു. അതാ ദൈവം സ്ഥിരപ്പെടുത്തിയതാ. ദൈവം നിങ്ങളുടെ മുകളിൽ ഇട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം നിങ്ങളുടെ മേലിൽ ഏൽപ്പിച്ചതല്ല, പകരം അടുത്ത കാലത്തിനു വേണ്ടി നിങ്ങളുടെ മക്കളുടെ മേൽ കൈമാറുവാൻ ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണ്. നീ ദൈവത്തിനു വേണ്ടി അവരെ സ്ഥിരപ്പെടുത്തി എന്നാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി അവരെ സ്ഥിരപ്പെടുത്തി. ഞാൻ അതിനോട് ചേർത്ത് ഒരു ഭാഗം പറയാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 ശമൂവേൽ 7:12 ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതി. എത്ര വയസ്സുള്ളപ്പോഴാ? കൊച്ചിന് എത്ര വയസ്സായി? ഇപ്പം കൊച്ചിന് എത്ര വയസ്സായി? ജനിച്ചിട്ടില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതി, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത മകനെ കുറിച്ച് അവന്റെ മരണശേഷം നീ പിതാക്കന്മാരോട് കൂടെ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ജനിച്ചിട്ടില്ലാത്ത മകനെ കുറിച്ച് മരിച്ചിട്ടില്ലാത്ത അപ്പന്റെ അടുക്കൽ അവൻ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയുക. ദൈവ സാഹചര്യം അനുസരിച്ച് ഒന്നും പറയത്തില്ല കേട്ടോ. ദൈവം കാര്യങ്ങളെ നോക്കി കണ്ടിട്ടൊന്നും പറയത്തില്ല. എല്ലാം പ്രീ പ്ലാൻഡാ. കണ്ടോ? മോൻ ജനിക്കുന്നതിന് മുമ്പേ അപ്പന്റെ അടുക്കൽ ഈ അപ്പൻ മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്നാ ദൈവം ദൂത് പറയുന്നേ. എന്ന മാഗ്നിറ്റ്യൂഡാണെന്ന് നോക്കണേ. എന്നിട്ട് ഇതെന്താ പറയുന്നതെന്നറിയാം? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന കുഞ്ഞ്, ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത മകൻ, അവൻ ജനിച്ചു കുറെ കഴിഞ്ഞ് അവൻ യൗവനക്കാരനായി, അവൻ നല്ല പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞ് നീ മരിക്കുമല്ലോ. നീ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി അവനെ സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഞാനിത് പഠിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സംഗതിയുണ്ട്. ദാവീദിന്റെ മനസ്സിലകത്തൊരു ഭയങ്കര ഭയമുണ്ട്. എന്താണ് ദാവീദിന്റെ മനസ്സിലകത്തെ ഭയമെന്നറിയാം? ദാവീദിന് മുൻഗാമിയായിരുന്നത് ശൗലാണ്. ശൗല് വലിയ കൊട്ടിഘോഷിച്ച് രാജാവൊക്കെ, ഭയങ്കര യുദ്ധമായിരുന്നു, ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. ശൗലിനെ ദൈവം എടുത്ത് കളഞ്ഞു. ഞാനിങ്ങനെ പറയുക,
ആ സമയത്തുണ്ടായിരുന്ന പാസ്റ്റർമാരെല്ലാം ദാവീദിരിക്കുന്ന സഭയിൽ വന്നിങ്ങനെ പ്രസംഗിക്കും. ആരും രാജാവായെന്ന് പറഞ്ഞ് വലിയ ആളൊന്നും ആവണ്ട, ഇതിനൊക്കെ മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിനെ ദൈവം എടുത്ത് കളഞ്ഞതാ, അതുകൊണ്ട് ഇപ്പോൾ ഉള്ള രാജാവും ഭയപ്പെട്ടോണം. ഇതിനേക്കാൾ എത്ര വലിയ രാജാവായിരുന്നു ശൗല്, നിന്നെക്കാട്ടിലും വലിയ പ്രഗത്ഭന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇപ്പം ദാവീദിന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഭയങ്കര ഭയവാ, കർത്താവേ ശൗലിനെ എടുത്തു കളഞ്ഞതുപോലെ എന്നെ എടുത്തു കളയുവോ? ദൈവം ദാവീദിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ദാവീദേ, ശൗലിങ്കിൽ നിന്ന് എൻ്റെ ദയ നീക്കിക്കളഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ആരെങ്കിലും പാസ്റ്റർമാരെടുത്ത് പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷെ ശൗലിങ്കിൽ നിന്ന് എൻ്റെ ദയ നീക്കിയതുപോലെ ഞാൻ നിന്നിൽ നിന്ന് എൻ്റെ ദയ നീക്കത്തില്ല. കർത്താവേ, എൻ്റെ കുഞ്ഞോ, എൻ്റെ കുഞ്ഞോ, എൻ്റെ കുഞ്ഞോ. ഇത് നിന്റെ കാര്യം മാത്രമല്ല, നിന്റെ കൊച്ചൻ്റെ കാര്യം കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത്. നിന്റെ സന്തതിയെ നിന്റെ കാലത്തിന്റെ ശേഷം ഞാൻ രാജാവായി ഉറപ്പിക്കും. ഇന്ന് പകൽ അതാണ് എൻ്റെ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് തലമുറകളെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ തലമുറകളെ ഉറപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. എവിടെങ്കിലും എങ്ങനെങ്കിലും ഉറപ്പിക്കുമെന്നല്ല, നിനക്ക് ദൈവം നൽകിയ അഭിഷേകത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, നിനക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, നിനക്ക് ദൈവം നൽകിയ രാജ്യത്വത്തിന്റെ ശ്രേഷ്ഠതയ്ക്കൊത്തവണ്ണം നിന്റെ സന്തതിയെ ദൈവം ഉറപ്പിക്കും. ദാവീദ്, നിനക്ക് ജനിപ്പാനിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ, ഇതുവരെ ജനിച്ചിട്ടില്ല. അവൻ ജനിച്ച് ഏറെക്കാലം കഴിഞ്ഞ് നിന്റെ കാലം അവസാനിച്ച് നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര കൊള്ളുമ്പോൾ നിന്റെ പിന്തുടർച്ചയായി ഞാൻ അവന്റെ രാജ്യത്വം സ്ഥിരപ്പെടുത്തി ഞാൻ അവനോട് കൂടെ ഇരിക്കും. 89-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 89-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 3-4 വാക്യം, എൻ്റെ വൃദ്ധനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് ഒരു സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. 89-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ പാടും. എന്താണ് ദൈവത്തിന്റെ കൃപ എന്നറിയാമോ? എൻ്റെ സന്തതിയെ ദൈവം എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിക്കുന്നവർ ആ കൃപയിൽ ആശ്രയിച്ചു പറഞ്ഞ്, എൻ്റെ സന്തതിയെ ദൈവം എന്നേക്കും സ്ഥിരപ്പെടുത്തും. എൻ്റെ സന്തതി ആടി ഉലയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ചിതറിപ്പോകത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം എന്നേക്കും സ്ഥിരപ്പെടുത്തും. They shall be established forever. അവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, അവരെക്കുറിച്ച് എന്തൊക്കെ നെയ്താലും, അവരെക്കുറിച്ച് എന്തൊക്കെ വിധി എഴുതിയാലും എൻ്റെ ദൈവം എൻ്റെ തലമുറകളെ എന്നേക്കും സ്ഥിരപ്പെടുത്തും. അത് നമ്മുടെ കഴിവല്ല, പ്രാപ്തിയല്ല. ഞാൻ യഹോവയുടെ കൃപകളെ കുറിച്ച് എന്നേക്കും പാടും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് എന്നേക്കും പാടും. എന്താണ് കാരണം? ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. കണ്ടോ? ആ 2 വാക്യങ്ങൾ ചേർത്തൊന്ന് വായിക്കണം. 1-ാം വാക്യം പറയുക, ഞാൻ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് എന്നേക്കും പാടും. 4-ാം വാക്യം പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്ന്. ആമേൻ. 4-ാം വാക്യം ആദ്യം വായിച്ചിട്ട് 1-ാം വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്ന് ദൈവം പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ കൃപകളെ ഞാൻ എന്നേക്കും പാടും. അടുത്തതായിട്ട് പറയുക, നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. അപ്പൊ ഇദ്ദേഹം പറയുക, തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ ഞാൻ അറിയിക്കും. ഇത്ര മനോഹരമാ. കൃപ ലഭിച്ച ദൈവ പൈതലേ, നിന്റെ സന്തതി ആ കൃപയ്ക്കകത്ത് ഉറപ്പിക്കപ്പെടും. നിന്റെ സന്തതി ആ കൃപയ്ക്കകത്ത് ഉറപ്പിക്കപ്പെടും. സ്തോത്രം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. 2 തെസ്സലോനിക്കർ 2:17. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്: നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നല്ല വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ നല്ല വാക്കുകളിലും നല്ല പ്രവൃത്തികളിലും സ്ഥിരപ്പെടുത്തും. 2 വിധത്തിൽ ഇത് അസ്ഥിരപ്പെടാം. നമ്മൾ നല്ല വാക്കും നല്ല പ്രവൃത്തിയൊക്കെ ഉള്ളവരാ. പക്ഷേ തലയ്ക്ക് മീതെ ഭാരം വന്നു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? മുഷിഞ്ഞു പറയും. നമ്മളെപ്പോഴും നന്നായി ബിഹേവ് ചെയ്യുന്നവരായിരിക്കും.
പക്ഷെ ചില സിറ്റുവേഷനുകളിൽ സഹിക്കാൻ കഴിയാതെ വരുമ്പോ നമ്മളിൽ നിന്ന് ചിലപ്പോൾ മിസ്ബിഹേവിങ് ഉണ്ടാകാം. അതുകൊണ്ടാണ് ആ ഗുരു പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, ഇപ്പൊ ഞാൻ കള്ളനല്ല, ഇപ്പൊ എനിക്ക് മോട്ടിക്കാൻ തോന്നാറ് പോലും ഇല്ല, പക്ഷെ ഒരു ഭയം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ ദരിദ്രനായി തീർന്നാൽ, ഞാൻ വിശപ്പ് കൊണ്ട് ദാരിദ്ര്യത്തിന്റെ കഷ്ടം വന്നാൽ ഞാൻ മോഷ്ടിക്കുകയോ നിന്നെ തീണ്ടിക്കുകയോ ചെയ്യുമോ? പക്ഷെ ദൈവം ഇവിടെ അപ്പോസ്തലൻ പറയുക, നമ്മുടെ ദൈവം നമ്മളൊരു ദോഷപ്രവൃത്തി ചെയ്യാതെ നല്ല പ്രവൃത്തിയിലും നല്ല വാക്കിലും ദൈവം നമ്മളെ സ്ഥിരപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെയൊക്കെ അകത്ത് കിടക്കുന്ന കോപത്തെ ദൈവം എടുത്തു മാറ്റും. അതൊരു ഭാഗം. രണ്ടാമത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ അങ്ങ് മാറ്റും. ശലോമോൻ സമാധാന പുരുഷനായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, ശലോമോന്റെ കാലത്തെങ്ങും യുദ്ധം ഉണ്ടായതുമില്ല. നമ്മുടെ അകത്ത് ദൈവം തരുന്ന കൃപ, ഒന്ന്, ഏത് സാഹചര്യത്തിലും ടു കീപ് ദ പീസ്. രണ്ട്, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ ഗുഡ് ക്യാരക്ടേഴ്സ് ലൂസ് ചെയ്യാൻ, നിങ്ങളുടെ സൽസ്വഭാവങ്ങൾ നഷ്ടമാകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ സ്വഭാവങ്ങളുടെ സൂക്ഷിപ്പ് പോലും ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് പൗലോസ് ഒരിടത്ത് പറയുകയാണ്, നിങ്ങൾ ദോഷമൊന്നും ചെയ്യാതിരിക്കേണ്ടതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം കാവൽ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളും പ്രവർത്തികളും പോലും ദൈവം സൂക്ഷിക്കും. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ, ഏതായിരുന്നാലും ദൈവം എൻ്റെ വായ അങ്ങ് അടച്ചു, ഒരക്ഷരവും പറയാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന പലർക്കും ഉണ്ടായിട്ടില്ലേ? ഏതായിരുന്നാലും ആ സാഹചര്യത്തിൽ എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. അന്ന് നമ്മൾ തിരിച്ചൊരു മറുപടി പറഞ്ഞിരുന്ന, എൻ്റെ ദൈവമേ, ഇടിവെട്ട് മറുപടിയായിരുന്നു നേരെ. പക്ഷെ തമ്പുരാൻ കയറി എന്ത് ചെയ്തെന്നറിയാമോ? വായങ്ങ് പൊത്തി, മിണ്ടല്ലേ എന്ന് പറഞ്ഞു. കാരണം ദൈവം നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരപ്പെടുത്തുകയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, കർത്താവ് ഒരിക്കലും നമ്മളുടെ ജസ്റ്റ് ഒരു പാപമോചനത്തിന് വേണ്ടി അല്ല യേശു മരിച്ചത്. നമ്മുടെ ശാപവിമുക്തിക്ക് വേണ്ടി അല്ല യേശു മരിച്ചത്. നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി അല്ല യേശു മരിച്ചത്. പകരമോ നമ്മെ തന്നോട് അനുരൂപരാക്കേണ്ടതിന്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി കറയും ചുളുക്കം മുതലായതൊന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ കുടി നിർത്താനല്ല യേശു കാൽവറിയിൽ മരിച്ചത്, നമ്മൾ വലി നിർത്താനും അല്ല യേശു മരിച്ചത്. അതൊക്കെ അതിന്റെ ബേസിക് പോയിന്റാ. കുടി നിർത്തി വലി നിർത്തി യേശുവിനെ പോലാകാനാ, ടു ദ പെർഫെക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ, ക്രിസ്തു എന്ന പുരുഷന്റെ നിർമ്മല കന്യകയാകാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ക്രിസ്തു എന്ന സമ്പൂർണതയുടെ പ്രായത്തിന്റെ അളവ് പ്രാപിക്കാൻ, ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രിസ്തുവിനെ പോലെ കുട്ടി ക്രിസ്തുക്കളായി അവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അപ്പൊ യേശു നമ്മളെ പാപത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒന്നും അല്ല വന്നത്. പകരം പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് തന്നോട് അനുരൂപനായി, തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിക്കുവാനും അത്രേ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ, റിപ്പയർ ചെയ്യാനല്ല കർത്താവ് വന്നത്, റിനോവേറ്റ് ചെയ്ത് റിന്യൂ ചെയ്ത് ഒരു പുതു മനുഷ്യനാക്കാൻ. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ദൈവം സ്ഥിരപ്പെടുത്തും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം നമുക്ക് എപ്പോഴെങ്കിലും ബൈബിൾ സ്റ്റഡി ആയിട്ട് എടുക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ കടന്നു പോകാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പാപത്തിന്റെ 3 ലെവലുകളെയാണ് പറഞ്ഞു പോകുന്നത്.
ആദ്യം പറയുന്നത്, മുമ്പേ നിങ്ങളും അതിൽ നടന്നവരായിരുന്നു, അതിക്രമങ്ങളാൽ നിങ്ങൾ ചെയ്ത ദോഷങ്ങളൊക്കെ വിഗ്രഹാരാധന, വ്യഭിചാരം, കുലപാതകം ഇതൊക്കെയായിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾ വന്നു. ഇപ്പോഴോ കോപം, ക്രോധം, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയണം. അപ്പൊ ഇപ്പം വ്യഭിചാരവും വിഗ്രഹാരാധനയില്ല, പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട്? വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇതൊക്കെ ഉണ്ട്. മൂന്നാമതായി പറയുകയാണ്, ഇനിയും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന ക്രിസ്തുവിന്റെ മനോഹാരിതയെ, ആ സ്നേഹത്തെ ധരിക്കുവിൻ എന്ന് പറയുകയാണ്. അപ്പൊ ദൈവം നമ്മളെ സ്ഥിരപ്പെടുത്തുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ ദൈവത്താൽ സംഭവിക്കും, വാക്കിലും പ്രവൃത്തിയിലും. എൻ്റെ സഹോദരങ്ങളെ, ഒരു സാധാരണ മനുഷ്യൻ കുടി നിർത്തിയാൽ അവന് എത്ര ദിവസം കുടിക്കാതിരിക്കാൻ പറ്റും? ഒരു സാധാരണ മനുഷ്യൻ വലി നിർത്തിയാൽ എത്ര ദിവസം വലിക്കാതിരിക്കാൻ പറ്റും? ഒരുത്തനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടാൽ എത്ര ദിവസം അവൻ അതിന്റെ എഫക്റ്റ് നിൽക്കും? ഒരുത്തൻ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര ദിവസം കള്ളം പറയാതിരിക്കും? ഒരുത്തൻ ഇനിയും ആരെ തല്ലാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ, നാട്ടിലാരെയും തല്ലിയില്ലെങ്കിൽ പിന്നെ ആ തല്ല് മൊത്തം അവന്റെ ഭാര്യയും പിള്ളേരും ആയിരിക്കും കൊള്ളുന്നേ. എത്ര ദിവസം കഴിയും? പക്ഷെ ദൈവം ഒരു മനുഷ്യനെ തൊട്ടാൽ, ദൈവം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങിയാൽ, അത് വളരെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. വാക്കിലും നല്ല വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരപ്പെടുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ദൈവം സ്ഥിരപ്പെടുത്തും. പക്ഷെ അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയാം. സംഖ്യാപുസ്തകം 30-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. സംഖ്യാപുസ്തകം 30-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംഖ്യാപുസ്തകം 30-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, 13-ാം വാക്യം. ആത്മതപനം ചെയ്യുവാനുള്ള ഏതു നേർച്ചയും പരിവർജന ശപഥവും സ്ഥിരപ്പെടുത്തുവാനോ ദുർബലപ്പെടുത്തുവാനോ ഭർത്താവിന് അധികാരമുണ്ട്. അപ്പൊ ഒരു സ്ത്രീ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു, ഒരു സ്ത്രീ ഒരു തീരുമാനമെടുത്തു. പക്ഷേ അതിനെ സ്ഥിരപ്പെടുത്തണോ അസ്ഥിരപ്പെടുത്തണോ എന്നുള്ള അധികാരം ആരുടെ മേളിലാണ്? ഭർത്താവിൻ്റെ മേളിലാണ്. ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചത് എന്തുവാണെന്നറിയോ? നിങ്ങളെ ദൈവം സ്ഥിരപ്പെടുത്തും. പക്ഷെ ഇപ്പം ഞാൻ എന്തുവാ പറയുന്നതെന്നറിയോ? നിങ്ങളും ദൈവവും കൂടെ ഉള്ള വിഷയത്തിൽ സ്ഥിരപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും ഭർത്താവിന് അധികാരമുണ്ട്. ഇപ്പൊ ദൈവം അവിടെ എന്ത് ചെയ്യും? നമ്മളെ അസ്ഥിരപ്പെടുത്താൻ, നമ്മുടെ കുടുംബത്തെ അസ്ഥിരപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്താൻ ശക്തിയുള്ള ഒരുത്തൻ കയറി വന്നാൽ ദൈവം എന്ത് ചെയ്യും? 13-ാം വാക്യത്തിൽ പറയുകയാണ്, സ്ഥിരപ്പെടുത്തുവാനും ദുർബലപ്പെടുത്തുവാനും ഭർത്താവിന് അധികാരമുണ്ട്. പക്ഷെ അതിന്റെ 14-ാം വാക്യം നിങ്ങൾ വായിച്ചോ? എന്നാൽ ഭർത്താവ് ഒരിക്കലും ഒന്നും മിണ്ടിയില്ല എങ്കിൽ അവൻ അവളുടെ എല്ലാ നിശ്ചയിച്ച സകല പരിവർജന വ്രതവും സ്ഥിരപ്പെടുത്തുന്നു. കേട്ട നാളിൽ മിണ്ടാതിരിക്കുക കൊണ്ട് അവൻ അവയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. കേട്ട നാളിൽ അവൻ എന്തു ചെയ്തില്ല? മിണ്ടിയില്ല. എന്ന് പറഞ്ഞാൽ ദൈവം അവന്റെ വായെ അടച്ചു വെച്ചു. ഇന്നത്തെ എൻ്റെ ദൂതിന്റെ കൺക്ലൂഷൻ അതാണ്. എൻ്റെ സഹോദരങ്ങളെ, നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവം ചില വായെ അടയ്ക്കും. ഇന്നത്തെ ദൂത് അതാണ് കേട്ടോ. അതിൻ്റെ ആമുഖങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ചിലരെ മ്യൂട്ട് ചെയ്യും. നിന്റെ തലമുറയെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ചിലരുടെ വായടയ്ക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആൽഖരാമ ഹസ്യ പ്രവാചാന കത്തോലോനിയ പ്രിവനിയ കൽമേ നഹസ്യ റാത്തകറ്റാന കറ്റാന റസിയ റാൽ ബജാരിയ മാർജു നമ ഹർപെ ബനാഞ്ചിയ റാൽ ബ ഹസി മറ ഹസതന ജനകറ്റാല റസിയ തരാദിയ. നിന്നെ സ്ഥിരപ്പെടുത്തും. നിന്നെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ചിലരുടെ വായ് ദൈവം അടയ്ക്കും. നിന്നെ ഉദ്യോഗത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ചില അധികാരികളുടെ വായ അടയ്ക്കേണ്ടതെങ്കിൽ ദൈവം അത് അടയ്ക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം സ്ഥിരപ്പെടുത്തുവാൻ ചില ഏഷണിക്കാരുടെ വായ അടയ്ക്കേണ്ടതെങ്കിൽ ദൈവം അത് അടയ്ക്കും.
നിന്റെ ഉപജീവനത്തിൽ നിന്നെ സ്ഥിരപ്പെടുത്താൻ തക്കവണ്ണം ചില കലീഗ്സിൻ്റെ വായാണ് അടയ്ക്കേണ്ടതെങ്കിൽ ദൈവം അത് അടയ്ക്കും. നിന്റെ യാത്രകളെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ചില അധികാരികളുടെയും നിയമകർത്താക്കളുടെയും വായാണ് അടയ്ക്കേണ്ടതെങ്കിൽ ദൈവം അതിനെ അടയ്ക്കും. നിന്റെ ജീവിതം ഉറപ്പാക്കപ്പെടുവന്നതിന് തടസ്സമായി, നിന്റെ സ്ഥിരതയ്ക്ക് വിരോധമായി സംസാരിക്കുന്ന സകലത്തെയും ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ മ്യൂട്ട് ചെയ്യുകയാണ്. നിന്നോട് അവന് ഇഷ്ടം ഉണ്ടായിട്ടല്ല, നിന്നോട് അവന് പ്രീതി ഉണ്ടായിട്ടല്ല, നിന്നോട് അവന് ഒരു സ്നേഹവും ഇല്ല. പക്ഷെ അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ വായ ദൈവം അടയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ സ്ഥിരതയ്ക്കെതിരെ നിൽക്കുന്ന ചിലരുടെ വായ്കളെ പരിശുദ്ധാത്മാവ് അടയ്ക്കുന്ന പകലാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, കരുണയുള്ള പിതാവേ, നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാദം അടുത്തു വരുന്നു, തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. അഭിഷിക്ത ദൈവഭൃത്യനെയും കുടുംബത്തെയും ദൈവകരത്തിൽ തരുന്നു, ദൈവസഭയെ ദൈവകരത്തിൽ തരുന്നു. ഞങ്ങളെ ചിലതിനകത്ത് അസ്ഥിരപ്പെടുത്തുമെന്നും ഞങ്ങളുടെ സ്ഥിരത പൊളിച്ചില്ലാതാക്കുമെന്നും വാദിക്കുന്ന ഇരുൾമണ്ഡലങ്ങളുടെ മേൽ എൻ്റെ ദൈവം ഒരു നിശബ്ദതയെ വ്യാപിപ്പിച്ച് ചിലത് വായടഞ്ഞു പോകുമെന്ന്, ചിലത് വാപൂട്ടി കൂട്ടിൽ കയറുമെന്ന്, ചിലരുടെ ശബ്ദം നിലയ്ക്കുമെന്ന്, ദൈവം ചിലതിനെ മിണ്ടാതാക്കുമെന്ന്, ആ മൗനത്തിനകത്ത്, ആ നിശബ്ദതയ്ക്കകത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചിലതിനെ സ്ഥിരപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി ഈ സമയം ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. അത് സംഭവിക്കട്ടെ. അങ്ങയുടെ ജനം സ്ഥിരപ്പെടത്തക്കവണ്ണം ചിലത് മൗനമാകട്ടെ. അങ്ങയുടെ ജനം സ്ഥിരപ്പെടത്തക്കവണ്ണം ചിലത് നിശബ്ദമാകട്ടെ. അങ്ങയുടെ ജനം സ്ഥിരപ്പെടത്തക്കവണ്ണം ചിലതിൻ്റെ വായ് ദൈവം കെട്ടിക്കളയട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം നൽകുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. അമേൻ, 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 അമേൻ. അഭിഷിക്ത പാസ്റ്ററിനും ഫാമിലിക്കും റിജോയ്സ് ഫാമിലിക്കും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. സുമിൽ ജോയിൻ ചെയ്ത എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പിന്നെയും ഒരിക്കൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എൻ്റെ ലൈഫിലെ പ്രിവിലേജ്. താങ്ക് യു.